നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. പായ്ക്കപ്പൽ എന്ന കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. സ്വന്തം ഇഷ്ടത്തിന് ജീവിതം തിരഞ്ഞെടുത്ത് ഒടുവിൽ നിരാലംബയായ ഒരു സ്ത്രീയുടെ തുടർന്നുള്ള ജീവിത പോരാട്ടം ആണ് ഈ കഥ. കഥയിലേക്ക് പോകാം. നടന്നതെല്ലാം ഒരു ദുസ്വപ്നം കണക്കേയിരിക്കുന്നു. സത്യത്തിൽ ഒരു മരവിച്ച അവസ്ഥയിലായിപ്പോയി. വീട്ടുകാരുടെ ഇഷ്ടത്തിന് വിപരീതമായി നടത്തിയ വിവാഹമായിരുന്നു എൻ്റേത്. കരഞ്ഞും നിരാഹാരം കിടന്നും ശകാരങ്ങൾ കേട്ടും വീട്ടുതടങ്കലിൽ കിടന്നുമൊക്കെ കഷ്ടപ്പെട്ട് നടത്തിയെടുത്തതാണ്. ചേരാത്ത ബന്ധമാണെന്ന് പറഞ്ഞ അപ്പയും അമ്മയും സ്വന്തക്കാരും ഒക്കെ തടഞ്ഞതായിരുന്നു. ഒടുവിൽ എല്ലാം ഇവിടെ വരെ എത്തി. കല്യാണം കഴിഞ്ഞ് വാടക വീട്ടിലേക്കാണ് പോയത്. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ അനിക്ക് ജോലി ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള വരുമാനത്തിൽ അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് ചെറിയ അസ്വാരസ്യങ്ങൾ തുടങ്ങി. സഹിച്ചും ക്ഷമിച്ചും ജീവിതം കൊണ്ടുപോയി. അനിയുടെ വീട്ടുകാർ വളരെ താഴെക്കിടയിലുള്ളവർ ആയിരുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് ഏഷണി കൊളുത്തിയിട്ടാണോ എന്നറിയില്ല, എൻ്റെ വീട്ടുകാർ എന്നെ കൈയൊഴിഞ്ഞു. എനിക്ക് കുടുംബത്തിൽ നിന്നും ഒന്നും തരാതെ അവർ വളരെ ഇണക്കത്തിൽ നമ്മളെ തഴഞ്ഞു കളഞ്ഞു എന്നൊക്കെ തുടങ്ങിയുള്ള കുത്തുവാക്കുകൾ പറയാനും ഒക്കെ തുടങ്ങി. രാത്രി മദ്യപിച്ച് അനി വീട്ടിലെത്താൻ അതോടെ തുടങ്ങി. അതേ തുടർന്ന് വീട്ടിൽ അസ്വസ്ഥത തുടരുന്നതിനിടയിൽ ആണ് ഞാൻ രണ്ടാമതും ഗർഭിണിയാണെന്നറിഞ്ഞത്. പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടും ആശുപത്രിയിൽ കയറിയിറങ്ങലും എല്ലാം മുറയ്ക്ക് നടന്നു. അമ്മ ഇടയ്ക്കിടയ്ക്ക് ആരും അറിയാതെ എനിക്ക് കാശ് തന്ന് സഹായിച്ചു കൊണ്ടിരുന്നു. സത്യത്തിൽ എൻ്റെ വീട്ടിൽ കല്യാണത്തിന് ശേഷം ഞാൻ പോയിട്ടേയില്ല. 2 കുട്ടികൾ കൂടി ആയതോടെ അനി പഴയ ആളേ അല്ലാതായി മാറി. ദുരിതം പേറിയുള്ള എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അനി കുടിച്ച് ജോലിക്ക് പോകാതെയായി. ഒടുവിൽ ജോലിയും പോയി. എൻ്റെ കയ്യിലും കാതിലും കഴുത്തിലും എല്ലാം കിടന്നതൊക്കെ അനി വിറ്റു തുലച്ചു. അവസാനം ലിവർ സിറോസിസ് വന്ന് നരകിച്ച് സ്വയം കെട്ടടങ്ങി. എൻ്റെ ജീവിതം ഒരു വില്ലൻ കഥ മാത്രമാണെന്ന് നടുക്കത്തോടെ ഞാൻ ഓർത്തുപോയി. പറക്കമുറ്റാത്ത 2 കുട്ടികൾ ചോദ്യചിഹ്നമായി മാറി എൻ്റെ മുന്നിൽ. മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇനി ഞാനും കുട്ടികളും എവിടെ താമസിക്കും? അനിയുടെ വീട്ടിൽ നിൽക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. തുടർന്ന് അവിടെ നിന്നാൽ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ ഞാൻ മുന്നിൽ കണ്ടു. അമ്മ എന്നോട് തൽക്കാലം വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അപ്പയോടും ചേട്ടനോടും പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്നൊക്കെ കൂട്ടിച്ചേർത്തു. പെറ്റമ്മയ്ക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? ഞാൻ തിരിച്ചും മറിച്ചും ആലോചിച്ചു നോക്കി. ഇല്ല, ശരിയാവില്ല. സ്ഥിരവരുമാനമുള്ള എന്തെങ്കിലും ഒരു ചെറിയ ജോലി കിട്ടിയാൽ മതിയായിരുന്നു എന്നാഗ്രഹിച്ചു പോയി. എനിക്ക് ജീവിക്കണം, കുട്ടികളെ വളർത്തണം, അവരെ പഠിപ്പിക്കണം. എൻ്റെ മുന്നിൽ 100 ആവശ്യങ്ങൾ. സ്വന്തം കാലിൽ നിൽക്കാൻ ഞാൻ മോഹിച്ചു പോയി. പക്ഷേ എങ്ങനെ? ആര് സഹായിക്കും? എൻ്റെ ഇപ്പോഴത്തെ ജീവിതം ആടി ഉലഞ്ഞ് നീങ്ങുന്ന ഒരു പായ്ക്കപ്പലാണെന്ന് എനിക്ക് തോന്നി. ശാന്തമായ കടൽ തീരം തേടിയുള്ള ദീർഘമായ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കുമാണ്. കടൽക്ഷോഭവും കടൽക്കാറ്റും പോലെ വന്നു ചേരുന്ന പ്രതികൂല സാഹചര്യങ്ങളുള്ള ഈ പായ്ക്കപ്പൽ യാത്രയിൽ മനധൈര്യമുള്ളൊരു കപ്പിത്താനാകാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ ആഴക്കടലിൽ നിന്ന് സംഭരിച്ച അമൂല്യ നിധികളുമായി കരയ്ക്കെത്തി ശിഷ്ടജീവിതം സന്തോഷമാക്കാൻ എനിക്ക് പറ്റുകയുള്ളൂ. ആ മനധൈര്യം കിട്ടാൻ ശക്തി തരണേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അത് ലഭിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചു. അത് ബോധ്യപ്പെടുത്തി മനസ്സിനെ. ജനലിൻ്റെ അഴികളിൽ പിടിച്ചു നിന്നുകൊണ്ട് അനന്തതയിലേക്ക് നോക്കി നിന്ന് ഞാൻ പലതും ആലോചിച്ചു, പ്രാർത്ഥിച്ചു. ഒടുവിൽ ഉറച്ച മനസ്സോടും കാലടികളോടും കൂടി മുറിക്ക് പുറത്തിറങ്ങി. കനത്ത ദുഃഖഭാരത്തോട് തിരിച്ചു പോകാൻ നിൽക്കുന്ന എൻ്റെ അമ്മയുടെ അടുത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ സ്വന്തം കാലിൽ ഒന്ന് പിടിച്ചു നിൽക്കാറാകുന്നത് വരെ അമ്മ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ തുടങ്ങട്ടെ. കുട്ടികളെ ഒരു സുരക്ഷിത സ്ഥാനത്ത് ഏൽപ്പിക്കണം. അതാണ് ആകെയുള്ള എൻ്റെ ആവലാതി. ഇത് കേട്ട് അമ്മ എന്നെ സമാധാനിപ്പിച്ചു. അങ്ങനെ പള്ളിയിലെ വികാരിയച്ഛൻ്റെ സഹായത്തോടെ 4ലും 1-ാം ക്ലാസ്സിലും പഠിക്കുന്ന ഗോകുലിനെയും രാഹുലിനെയും പള്ളി സ്കൂളിൽ ചേർത്തു. പള്ളിയോട് ചേർന്നുള്ള അനാഥാലയത്തിൻ്റെ അടുക്കളയുടെയും കുട്ടികളുടെ ബോർഡിങ്ങിൻ്റെയും സൂപ്പർവൈസറായിട്ടുള്ള ചാർജ് അച്ഛൻ എന്നെ ഏൽപ്പിച്ചു. നീ ഈ അനാഥാലയത്തിൻ്റെ കാര്യങ്ങളെല്ലാം വീഴ്ചയില്ലാതെ നോക്കി നടത്തണം. ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടാകും, വികാരിയച്ഛൻ എന്നോട് പറഞ്ഞു.
അങ്ങനെ ഒരു സഹായം ലഭിച്ചതോടെ എനിക്ക് പുതുജീവൻ കിട്ടി. അവിടെ തന്നെ എൻ്റെ കുട്ടികളെയും നിർത്തി പഠിപ്പിക്കാൻ സാധിച്ചു. ബോർഡിങ്ങിൽ എനിക്കും താമസിക്കാൻ ഒരു ചെറിയ മുറി കിട്ടി. എൻ്റെയും പെറ്റമ്മയുടെയും സങ്കടം ദൈവം കണ്ടു, എന്നെ സഹായിച്ചു. അങ്ങനെ ആരുടെയും ഔദാര്യം വാങ്ങാതെ ഞാൻ അധ്വാനിക്കാൻ തുടങ്ങി. പള്ളി ബോർഡിങ്ങിലെ അനാഥരായ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഞാൻ നല്ലൊരമ്മയായി. എനിക്ക് ഇപ്പോൾ സ്വന്തം കുട്ടികൾ ഉൾപ്പെടെ 25 മക്കളുണ്ട്. അവരുടെ പഠിത്തത്തിലും ആരോഗ്യത്തിലുമെല്ലാം ഞാൻ വളരെ ശ്രദ്ധാലുവായിരുന്നു. അച്ഛൻ്റെ അനുമതിയോടെ കുഴലപ്പം, അച്ചപ്പം, അരിയുണ്ട തുടങ്ങിയ നാട്ടുപലഹാരങ്ങൾ ഒഴിവു സമയങ്ങളിൽ ഉണ്ടാക്കി കടകളിൽ വിൽപ്പനയ്ക്ക് വെക്കാൻ തുടങ്ങി. അത് പച്ച പിടിച്ചപ്പോൾ കൂടുതൽ ഉൽപ്പന്നങ്ങളോടെ ഉദ്യമം വലിയ തോതിലാക്കാൻ വികാരിയച്ഛൻ തന്നെ പ്രോത്സാഹിപ്പിച്ചു. പള്ളിയുടെ സഹായത്തോടെ എൻ്റെ ബിസിനസ് സംരംഭം വളർന്ന് പന്തലിച്ചു. ആർദ്രത ബേക്കറി ആ നാട്ടിലെ തന്നെ വലിയൊരു പ്രസ്ഥാനമായി മാറി. ധാരാളം പേർക്ക് തൊഴിൽ കൊടുക്കാനും ജീവിതം കൊടുക്കാനും എനിക്ക് കഴിഞ്ഞു. ജീവിതം മുന്നോട്ട് പോകവേ മക്കൾ മിടുക്കരായി പഠിച്ച് നല്ല നിലയിലെത്തി. അത് കാണാൻ എൻ്റെ അമ്മയില്ലല്ലോ എന്ന ദുഃഖം മാത്രമേ ഇപ്പോൾ എനിക്കുള്ളൂ. കഷ്ടകാല സമയത്ത് കൂടെ നിന്ന് സഹായിച്ച വികാരിയച്ഛനും ഇന്നില്ല. അതും എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു. ഉയർന്ന നിലയിൽ ജീവിതം നയിക്കുന്ന ഞാനും എൻ്റെ മക്കളും ഇപ്പോഴും ആ അനാഥാലയത്തിൻ്റെ നെടുന്തൂണുകളാണ്. അതിശക്തമായ എൻ്റെ ഈ ജീവിത വിജയം നിരാലംബരായി നടുക്കടലിൽ ഒറ്റയ്ക്ക് ആടിയുലയുന്ന എല്ലാ പായ്ക്കപ്പൽ യാത്രക്കാർക്കും ഒരു പ്രചോദനം ആകേണ്ടതാണ്. എങ്ങനെയുണ്ട് എൻ്റെ ഈ കഥ? എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും ഇടുമല്ലോ. ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.